കൊച്ചിയിൽ കലൂരിൽ ഈ മെട്രോയുടെ നിർമ്മാണത്തിനിടയിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയം റോഡ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഉമാ തോമസ് MLA നേതൃത്വത്തിലാണ് ഈ റോഡ് ഉപരോധിക്കുന്നത്. ഷബാസ് അഹമ്മദ് ഉണ്ട് ഇപ്പോൾ അവിടെ നിന്നും തത്സമയം. ഷബാസ് അഹമ്മദ്, എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു വലിയ പ്രളയസമാനമായ സാഹചര്യമായിരുന്നല്ലോ, എന്താ സംഭവിച്ചത്? അരുൺകുമാർ, മെട്രോയുടെ പൈലിങ്ങിനിടെ തുടർച്ചയായി ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിക്കുന്നതിലാണ് വലിയൊരു പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലൂർ റോഡടക്കം ഉപരോധിച്ച് വാഹനങ്ങളൊക്കെ അടക്കം തടഞ്ഞു നിർത്തിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ കുടിവെള്ള പൈപ്പ് പൊട്ടിക്കൊണ്ട് ഈ റോഡിലാകെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസ് MLA നേതൃത്വത്തിലൊപ്പം ഈ സ്റ്റേഡിയം കൌൺസിലറായ KP ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ അടക്കം നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും അടക്കം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് MLA ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് തുടർച്ചയായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുകയാണ് അല്ലേ? KMRൽ വർക്ക് നടത്തുമ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ലാതെ വാട്ടർ അതോറിറ്റിയോട് സംസാരിക്കാതെയാണ് പൈലിംഗ് നടത്തുന്നത്. ഇത് ഇവിടെയല്ല, നമ്മൾക്ക് പാലാരിവട്ടത്തുനിന്ന് മറ്റേ ഇൻഫോ പാർക്കിലേക്ക് നടക്കുന്ന സ്ഥലത്തും ഇതേപോലെ തന്നെ പലവട്ടം പൊട്ടിക്കുകയുണ്ടായി. പൈലിംഗ് നടക്കുമ്പോൾ പൈപ്പ് വാട്ടർ അതോറിറ്റി പൊട്ടിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ടൗണിലേക്ക് വന്ന വെള്ളം മുഴുവനാണ് തടയപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഏതോ ക്ലാമ്പ് ഉണ്ടാക്കി കൊണ്ടുവരണം ആ പൈപ്പിന് അനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ പോയിട്ട് ഇന്ന് വൈകുന്നേരമാണ് അത് കിട്ടിയിരിക്കണേ. അത് ശരിയാക്കി കഴിഞ്ഞ് പമ്പിങ് തുടങ്ങി 2 മണിക്കൂറായപ്പോഴേക്കും അടുത്തത് പൊട്ടി വെള്ളം വന്നു കഴിഞ്ഞു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആളുകളുടെ വീട്ടിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. 4 ദിവസമായിട്ട് ആളുകൾ കുടിവെള്ളം ഇല്ലാതെ വാഷ്റൂമിൽ പോലും പോകാൻ സാധിക്കാതെ വെള്ളമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് ഈ രാത്രിയിൽ ഇവരെല്ലാം വന്ന് നിൽക്കുന്നത്. കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോ കളക്ടറായിട്ട് സംസാരിച്ചു. കളക്ടർ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. കളക്ടറോട് ഞാനൊരു 2 മണിക്കൂർ മുമ്പ് സംസാരിച്ചതാണ്. അപ്പൊ അവര് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. KMRL MDയോടും ഞാൻ സംസാരിച്ചു. KMRLന്റെ ജീവനക്കാരെയൊക്കെ ഇവിടെ വിട്ടിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യണ ഒരു എഞ്ചിനീയർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കുടിവെള്ളത്തിന് ഒരു പരിഹാരം ഉണ്ടാവാതെ ഇന്ന് ആളുകൾ ഇവിടെ പിരിയില്ല. അതാണ് അരുൺകുമാർ, വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ റോഡിൽ നോക്കുകയാണെങ്കിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. കലൂർ ജംഗ്ഷൻ വരെ വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ഈ റോഡിലെ വെള്ളം, ഈ കുടിവെള്ള പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് ഈ പൈപ്പിന്റെ പൊട്ടൽ നേരാക്കണം. ഒപ്പം തുടർച്ചയായി ഇത്തരത്തിൽ മെട്രോയുടെ ഭാഗത്ത് നിന്ന് പൈപ്പ് പൊട്ടിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നത് നിർത്തണമെന്നീ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും കളക്ടറെ അടക്കം ഉമാ തോമസ് MLA ഇപ്പോൾ വീഡിയോ കോളിൽ അല്പനേരം മുമ്പ് സംസാരിച്ചിരുന്നു. കളക്ടറടക്കം ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. എന്തായാലും ശാശ്വത പരിഹാരം കാണാതെ തുടർച്ചയായി ഇത്തരത്തിൽ കുടിവെള്ളം പാഴാക്കി കളയാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇവിടെ കടക്കുന്നത്. തുടർച്ചയായി 5ലേറെ തവണയാണ് ഇങ്ങനെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി നിരവധി വെള്ളം പാഴാകുന്നത്. നമുക്കറിയാം, കൊച്ചിയിലൊക്കെ ഒരു ദിവസം കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുക എന്നാൽ ജനജീവിതത്തെ ആകെ ബാധിക്കുന്ന കാര്യമാണ്, നഗരത്തെ ആകെ സ്തംഭിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ഈ വെള്ളം പൊട്ടിപ്പാഴാകുന്നതിൽ, തുടർച്ചയായി വെള്ളം പൊട്ടിപ്പാഴാകുന്നതിൽ ഒരു നടപടി പോലും മെട്രോയുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണമാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ഈ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അല്പനേരത്തിനുള്ളിൽ ജില്ലാ കളക്ടർ അടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഷബാസാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കലൂരിൽ കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ? കുടിവെള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ഉമാ തോമസ് MLA നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ്.